Welcome to our channel. അതിന് പൊഞ്ചിയാരാ അച്ഛന് സുന്ദരി അച്ഛന് പൊന്നാരാ അതിന് പൊന്നാരാ ഇത് പൊന്നാര അയ്യോ അയ്യോ അച്ഛന് കുങ്കിളി അച്ഛന്റെ കുഞ്ഞാരാ. ഹായ് ഗായ്സ്, ഞാനും യാച്ചും കൂടി ഞങ്ങള് ഷോപ്പിങ്ങിന് പോവാണ്. ഞങ്ങള് കുഞ്ചിക്ക് പാപ്പ മേടിച്ചാൻ പോവാണ്. അല്ലേ പാപ്പ? കുഞ്ചി പാപ്പ പറയും. പാപ്പ മേടിച്ചാൻ പോവാ പറയും. ഫോണ് നേരേക്കാൻ പോവാണ്. ഞങ്ങൾ നമ്മുടെ ഫോൺ നേരേക്കാൻ പോവാണ്. നേരേക്കാൻ പറ്റിയാ മതി. അമ്മ ഫോണ് വീഴ്ത്തി പൊട്ടിച്ച ഫോൺ നേരേക്കാൻ പോവാണ്. നമ്മള് നാളെ മറ്റേ എല്ലായിടത്തും പറയും അമ്മ ക്യാമറ പൊട്ടിച്ചു കേട്ടാ. ക്ലാപ്പി നമ്മൾ എല്ലായിടത്തും എത്ര ദിവസം ആയിട്ടും കണ്ടില്ലല്ലോ. നാളെ എല്ലായിടത്തും പറയൂട്ടാ. അങ്ങനെ ഉണ്ടാതിരിക്കാൻ എത്ര ദിവസം നോണ പറഞ്ഞു നടക്കായിരുന്നു. നമ്മളായിരുന്നു 50 Pro Max നേരേക്കാൻ പോവാണ്. നമ്മുടെ ബാക്ക് ക്യാമറ ഫുള്ള് പോയി കിടക്കണം. നമ്മുടെ ബാക്ക് ക്യാമറ നേരേക്കാൻ പോവുകയാണ്. ലെവഞ്ച നേരേക്കാൻ പോവാ പറയും. നേരേക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പാപ്പ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പാപ്പ ഫോണ് നേരേക്കാൻ പോവാണ്. അത് നേരേക്ക് കിട്ടുമെന്ന് അറിയില്ല. അത് നമ്മളൊരു കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് 1000 dirhams ആവുന്നതാണ്. അപ്പൊ അത്രയും ഇത് കൊടുത്തിട്ട് നേരേക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വേറൊരു ഫോൺ മേടിക്കാം. അപ്പൊ ഞങ്ങളിപ്പോ ഷോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഷോപ്പ് അല്ലാതിൽ ഞങ്ങൾ ഷിഫ്റ്റ് ആയതിനു ശേഷം പുതിയ ഷോപ്പ് കണ്ടിട്ടുണ്ട്. അവിടേക്ക് പോയി ഞങ്ങള് അച്ഛൻ പറഞ്ഞു അപ്രൂവ് പറഞ്ഞെടുത്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന പറഞ്ഞത്. എന്റെ ഫോൺ 15 Pro Max ആണ്. ബാക്ക് ക്യാമറ മൊത്തം പോയി. അതെന്താ ഉണ്ടായെന്ന് വെച്ചാല് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു. അപ്പൊ ഞാൻ കുക്ക് ചെയ്യണ സമയമായിരുന്നു. ആ സമയത്ത് എന്തോ ഒരു ശ്രദ്ധയിൽ ഞാൻ ഈ ഫോണ് ഫ്രിഡ്ജിന്റെ മേലെ വെക്കാൻ നിന്നപ്പോ അത് ഫ്രിഡ്ജിന്റെ മേലെ എത്തിന്ന് വെച്ചിട്ട് ഇട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജ് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് തൊട്ടിപ്പുറത്തുനിന്ന് അങ്ങനെ ആ ഫ്രിഡ്ജിന്റെ ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് വീണു. അതിന് ക്യാമറ പോയതാണ്. 3-4 months ആയി. ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് ആണ്. ക്യാമറ ഇല്ലാന്ന് ആർക്കും അറിയില്ല. അവളങ്ങനെ അവളുടെ ടാർഗറ്റ് വെച്ചാൽ ഒരു കൊല്ലാണ് ഒരു ഫോൺ ഉപയോഗിക്കുള്ളൂ. മീൻസ് അവൾ എല്ലാ ഡിസ്പ്ലേയും പൊട്ടിക്കാറുണ്ട്. പക്ഷെ അത് പൊട്ടിയില്ല. എന്റെ ക്യാമറ പോയിട്ടുണ്ട്. എല്ലാം അവൾക്ക് അങ്ങനെയാണ്, ഒരു കൊല്ലേ പോവുള്ളൂ. ഇല്ല കുഞ്ഞാ? എന്താ ലുലുവിന്റെ സെയിം ബിൽഡിങ്ങിലാണ് ഈ ഷോപ്പ് ഉള്ളത്. അവിടെ ഫോൺ നേരെയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവുന്ന അറിയില്ല. കുഞ്ഞ് അത് കൂടെ കുറെ ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. അച്ഛ എവിടെ കണ്ണാ? അച്ഛ എവിടെ? വേണ്ടേ? ലുലുവിൽ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും അവൾക്ക് ഈ ഒരു ടോയ് വെച്ച് ഇങ്ങനെ നടക്കണം. അപ്പൊ ഇന്ന് ഇത് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ചു. എപ്പോഴും അത് വെറുതെ കൈ പിടിച്ച് നടന്നിട്ട് ബില്ലാക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് പോരാ ചെയ്യാറ്. ഇന്നിപ്പോ എന്തായാലും അത് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വീറ്റ് കോൺ ഷോപ്പിൽ നിന്ന് അവൾക്ക് ഇടയ്ക്ക് സ്വീറ്റ് കോൺ മേടിച്ചു കൊടുക്കാറുണ്ട്. അതാണ് അവൾ ആ ഒരു സൈഡിലേക്ക് പോണേ. അവിടെ ഉള്ളതൊക്കെ അവളുടെ ഫ്രണ്ട്സ് ആണ്. നല്ല കമ്പനിയാണ് അവരായിട്ട് അവള്. അറിയില്ല എന്താ വേണ്ട കണ്ണ? വേണോ? പപ്പണോ? പപ്പ വേണോ? പപ്പണോ?
നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ഞാൻ പോവാ. ബൈ പറയോ? ഞങ്ങൾക്കൊന്നും കഴിച്ചില്ല. ഒരു പേര് മേടിച്ചു കൊടുക്കൂലേ? ഞങ്ങൾ രണ്ടാമത്തെ ഞങ്ങൾക്ക് 2 പേരും പഠിക്കാം. വേണോ? വേണ്ട വേണ്ട. ഓക്കെ, സീ യു ബൈ. ബൈ. ഇതാണ് എൻ്റെ ഫോണിൻ്റെ അവസ്ഥ. അന്ന് വീണതിന് ശേഷം ബാക്ക് ക്യാമറ വർക്കാവണില്ല. ബാക്ക് ക്യാമറ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളറാണ് കാണുന്നത്. ഫ്രണ്ട് ക്യാമറ വർക്കാവുന്നുണ്ട്. പിന്നെ ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്യുന്ന സമയത്തും ഒരുപാട് തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് അത് സ്വിച്ച് ആവുന്നുള്ളൂ. ഫോണ് കാണിച്ചു കൊടുത്ത സമയത്ത് ഷോപ്പിലുള്ളവർ പറഞ്ഞത് അതെന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം വീണ സമയത്ത്, അതുകൊണ്ടാണ് ക്യാമറ വർക്കാവാത്തതെന്നാണ്. ഫ്രണ്ട് ക്യാമറയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അതായിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഫോണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവർ കുറേ നേരം ട്രൈ ചെയ്തു. ഞാൻ ഇവൾക്ക് കുറുക്ക് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ, ആ ഒരു പ്രായത്തിൽ, ആ ഒരു സമയത്ത് ഇവൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സെയിം കൈ വെച്ചിട്ട്, ആ ഫുഡുള്ള കൈ വെച്ചിട്ട് ഈ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൽ ഫുഡൊക്കെ അതിൽ വന്നിരുന്നിട്ട് ഇത് തുരുമ്പിച്ചതായിരിക്കാം. അതെന്തായാലും ഓപ്പൺ ചെയ്യാൻ പറ്റണില്ല. എങ്ങാനും അത് തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഫോൺ നേരെയാക്കാൻ പറ്റുമായിരുന്നു. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന കൈ കൊണ്ട് ഈ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേട് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ വിചാരിച്ചിട്ട് തുളസി മേടിക്കാ വിചാരിച്ചു. തുളസിയും മണി പ്ലാന്റും മേടിക്കാം. ഇവിടെ പ്ലാന്റ് ഷോപ്പിൽ ഒന്ന് മേടിക്കാം. അവള് ഒതുങ്ങിയിരിക്കില്ല, അവള് കുറച്ചു നേരം ഒതുങ്ങിയിരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആള് ഭയങ്കര ഇതാണ്. ഇപ്പൊ ഓടണം, എടുക്കണമൊന്നും പറ്റില്ല. ഇനി തന്നെ നടക്കണം, ഓടണം. ഇതാണ് അൽനാദയിലുള്ള മുരുകൻ ഫ്ലവേഴ്സ്. ഇവിടെ പൂജ ഐറ്റംസും പ്ലാന്റ്സും എല്ലാം കിട്ടും. എവിടെ? ഇവിടെ കുറേ തുളസി ചെടി ഉണ്ടായിരുന്നു. മണി പ്ലാന്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലൊരു തുളസി ചെടി എടുത്തിട്ടുണ്ട്. മണി പ്ലാന്റ് പിന്നെ ഒരു ദിവസം വന്നെടുക്കാം. ഇവിടെ വിഗ്രഹങ്ങളും അതേപോലെ ദൈവത്തിൻ്റെ ഫോട്ടോസും നിലവിളക്ക്, തളിക, അങ്ങനെ എല്ലാം ഉണ്ട്. ഉപ്പുമാവിനുള്ള സേമിയ ഇവിടെ കിട്ടും. അനിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനതാണ് മേടിക്കാറ്. അതൊക്കെ ഇവിടെ കിട്ടാനുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് പച്ചക്കറികൾ, പിന്നെ നിലക്കടലല്ലേ, നാട്ടിൽ കിട്ടുന്ന അതേ നാടൻ നിലക്കടലുണ്ട്. ലുലുവിനൊക്കെ കുറച്ച് വലിയ നിലക്കടലേ കിട്ടാറ്. അത് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. പിന്നെ പൂജാ ഷെൽഫൊക്കെ വേണ്ടവർ ഇവിടെ വന്നാൽ മതി. ഇവിടെ പൂജാ ഷെൽഫൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അടുത്ത് ഇതിനെക്കാട്ടിലും കുറച്ച് വലിയ പൂജാ ഷെൽഫാണുള്ളത്.
പിന്നെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. തുളസി കെട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ അക്ഷയതൃതിയുടെ അന്ന് മേടിക്കാൻ വന്നതാണ്. അന്ന് പക്ഷെ ഞങ്ങൾ 10 മണിക്ക് എത്തിയത്. അപ്പോഴേക്കുള്ള തുളസി മൊത്തം കഴിഞ്ഞു പറഞ്ഞു. അന്ന് എല്ലാവരും തുളസി മേടിക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം കുറച്ച് ഉപ്മാവ് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്റെ കുഞ്ഞ വെള്ളം വേണോ? ഉപ്മാവിനുള്ള ഉപ്മാവുള്ള സാധനം കിട്ടി, സേവിയ കിട്ടിയ നാടൻ സാധനങ്ങൾ കിട്ടി, പിന്നെ അരിനെല്ലിക്ക കിട്ടി, എസ്പെഷ്യലി അരിനെല്ലിക്ക. അപ്പൊ നമുക്ക് അരിനെല്ലിക്ക കിട്ടി, ഭസ്മം കിട്ടി, അരിനെല്ലിക്കൊക്കെ കിട്ടി. ഇവിടെ അങ്ങനെ ഇവിടെ കാണാൻ സാധനം അരിനെല്ലിക്ക കിട്ടി, ഭസ്മം കിട്ടി. നല്ല ചില കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. നാട്ടിൽ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി. വെണ്ടയ്ക്ക് കിട്ടി, നാടൻ വെണ്ടയ്ക്ക് അങ്ങനെയൊക്കെ കിട്ടി. അപ്പൊ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ആ ഫ്ലവർ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോ ഓൺ ദ വേ ടു റൂമാണ്. ഇവിടെ വാശി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റൂം പോയിട്ട് കാണാം. ബൈ. അവൾക്ക് ടോയ്സ് എന്ന് പറഞ്ഞാൽ അത്ര തവണ ഷോപ്പിൽ കയറാൻ. ബെസ്റ്റ് ഗിഫ്റ്റ് ഷോപ്പാണ്. അതിലേക്ക് ടോയ്സ് ഒക്കെ എടുക്കാൻ കയറാൻ വേണ്ടിയിട്ടുള്ള കാണിക്കില്ല അവള്. കുഞ്ചി വാ വാ വാ. അത് പാപ്പത്തിനാണ് നടക്കില്ല. നടക്കൂ നടക്കൂ, ഓട് ഓട്. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്